ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ഒരു മന്ത്രിക്കും തടയാൻ കഴിയില്ലെന്ന് കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പൊതിച്ചോർ വിതരണം ചെയ്തുകൊണ്ട് നടന്ന പരിപാടിയിൽ വി.കെ. സനോജ് അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം മുന്നോട്ടും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസിന് ഭക്ഷണ വിതരണം ചെയ്യാൻ കഴിയാത്തതിന്റെ കുശുമ്പാണെന്നും ഡിവൈഎഫ്ഐ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും വി.കെ. സനോജ് വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും കഴിഞ്ഞ 10 വർഷമായി ഡിവൈഎഫ്ഐ മുടങ്ങാതെ ഭക്ഷണ വിതരണം നടത്തിവരികയാണെന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണെന്ന് വി.കെ. സനോജ് പറഞ്ഞു. ഈ പദ്ധതിയിൽ ഡിവൈഎഫ്ഐ രാഷ്ട്രീയം കലർത്താറില്ല. ഭക്ഷണപ്പൊതികൾ ശേഖരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെയും വീടുകളിൽ നിന്നാണ്. അതുപോലെ ഭക്ഷണം വാങ്ങാൻ വരുന്നവരോട് അവരുടെ രാഷ്ട്രീയം ചോദിക്കാറുമില്ല. കോവിഡ് കാലത്തോ നിപ്പ ഭീതി നിലനിന്ന കാലത്തോ ഭക്ഷണ വിതരണം നിർത്താൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല. തൃശൂരിൽ സംഘടനയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട സന്ദർഭത്തിലും ആലപ്പുഴയിൽ സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച സമയത്തും ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. കെ. മുരളീധരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പദ്ധതിയെ താറടിച്ചു കാണിക്കാനാണ്. സന്നദ്ധ സംഘടനകൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ്. ഭക്ഷണ വിതരണം കൂടാതെ രക്തദാന രംഗത്തും ആംബുലൻസ് സർവീസിലും ഡിവൈഎഫ്ഐ സജീവമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനയ്ക്കുള്ള അവാർഡ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വി.കെ. സനോജ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും ഡിവൈഎഫ്ഐ സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടുകൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടം, ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നും കേരളത്തിലെ ഒരു ആശുപത്രിയിലും അഡ്മിറ്റായ ഒരാൾക്കും ഭക്ഷണം മുടക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല. നിപ്പയുടെ അതിഭീകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീതിതമായ ആ കാലത്തും ഭക്ഷണ പൊതി വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങളൊരു സഖാവ് കൊലയ്യപ്പെട്ടു. ആ കൊലയ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ സഖാവിന്റെ മൃതശരീരം കിടക്കുന്ന, ആ തണുത്ത് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ സഹസഖാക്കൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഭക്ഷണപ്പൊതി ശേഖരിച്ച് ആ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം മുടക്കാതെ വിതരണം ചെയ്തു. സഖാവ് വി.എസിന്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ പൊതുദർശനം വെച്ച സന്ദർഭത്തിൽ അന്നും ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണയാണ്. പിന്നെ ഇപ്പം മുരളീധരൻ ആരോപിക്കുന്ന ആരോപണം, എനിക്കറിയില്ല എന്തിനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായി ഈ പദ്ധതിയെ താറടിച്ച് കാണിക്കുക, ഈ പദ്ധതി ഒഴിവാക്കണം, ഇത് നിർത്തലാക്കും എന്നുള്ള ഒരു ധിക്കാരത്തിന്റെ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഡിവൈഎഫ്ഐ എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. പിന്നെ എന്താ സംഘടനയുടെ പേര് ഉപയോഗിക്കുന്നു, കൊടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാണ്. മുരളീധരനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർക്കാരിന്റെ പല പദ്ധതികളുണ്ടല്ലോ, എന്തിനാ പ്രിയദർശിനി എന്ന പേര് വെച്ചത്? എന്തിനാ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയത്? ഇപ്പം മുരളീധരന്റെ ബഹുമാനപ്പെട്ട പിതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേരിൽ, കെ കരുണാകരന്റെ പേരിലാണല്ലോ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അത് രാഷ്ട്രീയമല്ലേ? ഇവിടെ ഡിവൈഎഫ്ഐക്കാർ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിൽ ഒരു കൊടി കെട്ടുന്നതാണോ ഇവിടെ രാഷ്ട്രീയം?
അപ്പൊ ഇതെല്ലാം അങ്ങേയറ്റം ഹീനമായ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളാണ്. ഇതിനോട് കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ, ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. UDFന്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള MLA G സുധാകരനാണ്. കോൺഗ്രസിന്റെ ഒരുപറ്റം സൈബർ കൂട്ടങ്ങളാണ്. ഞങ്ങളല്ല ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് എന്നാണ് അദ്ദേഹത്തോട് ഉറപ്പെടുത്താറുള്ളത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണത്തിൽ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ്, PM അഖിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AP അൻവീർ, T സനീഷ്, PV സച്ചിൻ, S നിജീഷ് എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. അഞ്ചരക്കണ്ടി ബ്ലോക്കിലെ കുഴിമ്പാലോട് മേഖലയിലാണ് പൊതിച്ചോറ് വിതരണം ചെയ്തത്. സുധാരേട്ടന് MLA നോട് പറയുന്നു, പാവപ്പെട്ടവരെ ചോദ്യത്തിൽ മണ്ണ് വാരിയിടണ്ട. തയ്യൽ കടപ്പുറക്കാരിയായ സ്വദേശിയായ പത്മജ പറയുന്നതാണ്. ഇവിടെ രാഷ്ട്രീയമില്ല. അവരെ DYFI കൊടി വെച്ചിരുന്നു വിജയിച്ചിട്ട് അവര് പാർട്ടിക്കാർ ചോറ് കൊടുക്കുന്നെന്ന് മന്ത്രിക്ക് തോന്നണ്ട. അവരെല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആ കൊടിയിലേക്ക് അവർ വിലയിരുത്തണ്ട. DYFIക്കാര് ഒരിക്കലും തളരൂല. അവര് മുന്നോട്ട് തന്നെ പോകും. എലിനെ കണ്ടിട്ട് ഇല്ലം ചുടൂല. മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? മന്ത്രിന്റെ കസാരയിൽ മന്ത്രിക്ക് ഇരിക്കുമ്പോ താഴ്ന്നവരത് മന്ത്രിക്ക് തോന്നൂല.